പൂഞ്ഞിക്കര കുസിന ഒരു പോർച്ചുഗീസ് വാക്കാണത്. കുസിന എന്ന് പറഞ്ഞാൽ അടുക്കള എന്നാണ്. അതായത് നമ്മൾ ഒരു തനത് രുചികളുടെ ഒരു വകഭേദമാണ് നമ്മൾ ചെയ്യുന്നത്. മനോരമ ഓൺലൈൻ്റെ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നമുക്കാണ് കിട്ടിയത്, ബെസ്റ്റ് സീ ഫുഡ് റെസ്റ്റോറൻ്റ് ഉള്ളത്. ഹായ്, എൻ്റെ പേര് ജോമോ മറീസ്. ഞാൻ പൂഞ്ഞിക്കര കുസിന റെസ്റ്റോറൻറ്റിൻ്റെ കോർപ്പറേറ്റ് ഷെഫാണ്. നമുക്ക് സീ ഫുഡ് സ്പെഷ്യാലിറ്റീസാണ് കൂടുതൽ. നമ്മുടെ ഏറ്റവും കൂടുതൽ മൂവ് ചെയ്യുന്ന സ്റ്റാർട്ടറാണ് തായ് പ്രോൺസ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്ത ജംബോ പ്രോൺസ്, സ്ലൈസ് ചെയ്ത ഷാലറ്റ്സ്, ഗാർലിക്, കട്ട് ചെയ്ത ചില്ലി, റോസ്മേരി, തൈം, വൈറ്റ് പെപ്പർ പൗഡർ, ഷുഗർ, സാൾട്ട്, ഗ്രേറ്റഡ് കോക്കനട്ട്, കോക്കനട്ട് ഓയിൽ. 2 സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിക്കാം. ഹീറ്റായുമ്പോൾ ചില്ലി ഇടാം. ഷാലറ്റ്സ് ആഡ് ചെയ്യുക, ചെറിയ ഉള്ളി, അതിനോടൊപ്പം തന്നെ ഗാർലിക്കും നന്നായിട്ട് സൂട്ട് ചെയ്യുക. ഈ ഷാലറ്റ്സും ഗാർലിക്കും നന്നായിട്ട് വഴറ്റി വരുമ്പോൾ അതിന് നല്ലൊരു സ്മെല്ല് വരും, നല്ല ഫ്ലേവർ വരും. ഫ്ലേവർ വന്നു കഴിയുമ്പോഴാണ് നമ്മൾ ഈ ജംബോ പ്രോൺ ആഡ് ചെയ്യുന്നത്. ഏകദേശം ഇത് വഴറ്റി വരുന്നുണ്ട്. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ സ്റ്റാർട്ടേഴ്സിൽ തായ് പ്രോൺസിന് നല്ല ഡിമാൻഡ് ഉണ്ട്. നമ്മുടെ സീ ഫുഡ് ബക്കറ്റുകളും വളരെ ഫേമസ് ആണ്. നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് നമ്മുടെ ഊണിൻ്റെ ഒപ്പം നമ്മൾ ഒതൻറ്റിക് ആയിട്ടുള്ള ചെമ്മീൻ ഉണ്ട്, ഉണക്കച്ചെമ്മീനും നമ്മുടെ പച്ചത്തക്കാളിയും ചക്കക്കുരു കൂടിയും തേങ്ങ അരച്ച് നമ്മുടെ പഴമക്കാർ ചെയ്യുന്ന ആ ഒരു ട്രഡീഷണൽ വേയിലാണ്, ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെ നമ്മുടെ ഒരു പൈതൃകം അനുസരിച്ചുള്ള ഒരു ഫുഡാണ്. നമുക്ക് എല്ലാവർക്കും വീടുകളിൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഹോംലി സ്റ്റൈലുള്ള ഫുഡാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ ഒഴിച്ചുകറികളെല്ലാം ഒതൻറ്റിക് വേ ആണ്. അത് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ റെസ്റ്റോറൻറ്റ് തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ മെയിൻ അടിസ്ഥാനം അത് തന്നെ. നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് ശനി ഞായറൊക്കെ പോകുകയാണെങ്കിൽ നമുക്ക് ഒരു 750 to 800 പേരുടെ ലഞ്ച് പോകുന്നു. അല്ലാത്ത ദിവസങ്ങളിൽ നമുക്ക് ഒരു 500, 600 എന്ന രീതിയിൽ നമുക്ക് സ്ഥിരം കസ്റ്റമേഴ്സാണ്. നമുക്ക് ബാക്ക് ടു ബാക്ക് നമ്മൾ ഒരു തവണ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ അവർ തീർച്ചയായിട്ടും നമ്മുടെ പൂഞ്ഞിക്കര കുസിനിയിലേക്ക് വരും. കാരണം നമ്മുടെ കൊടുക്കുന്ന ഒരു ട്രഡീഷണൽ വേ ആണ്. നമ്മുടെ വീട്ടിലൊക്കെ കഴിക്കുന്ന ആ ഒരു ഒതൻറ്റിക് വേ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഗാർലിക്കും ഷാലറ്റ്സും നന്നായിട്ട് സോട്ടായിട്ടുണ്ട്, നല്ല ബ്രൗൺ കളർ പോലെ ആയിട്ടുണ്ട്. നമ്മൾ ക്ലീൻ ചെയ്തിരിക്കുന്ന ടൈഗർ പ്രോൺ ആണ്, അത് ബട്ടർഫ്ലൈ പോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ കോക്കനട്ട് മിൽക്ക് പൗഡർ ആഡ് ചെയ്യണം. നമ്മൾ അതിനാവശ്യമായ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് നമ്മൾ റോസ്മേരിയും തൈമും ഇടുക, ഒരു പിഞ്ച് സാൾട്ട്. ഇത് പെട്ടെന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഒരു 6-7 മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാവുന്ന ഒരു ഐറ്റംസാണ്. നമുക്ക് നന്നായിട്ട് മൂവിങ് ഉള്ളതാണ്. നമുക്ക് സ്റ്റാർട്ടേഴ്സായിട്ട് കഴിക്കാനായിട്ട് വരുന്ന ആളുകൾ വളരെ ഇതാണ്. ഒരു സ്വീറ്റ് കണ്ടൻ്റാണ്, കുട്ടികൾക്കും മുതിർന്ന ആളുകൾക്കും നമുക്ക് കഴിക്കാവുന്ന ഒരു സ്റ്റാർട്ടറാണ്. ഒരു ഒതൻറ്റിക്കാണ്. ഒരു കോക്കനട്ട് മിൽക്കിൻ്റെ ഒരു ഫ്ലേവറും പിന്നെ ഹെർബിൻ്റെ ഫ്ലേവറും കൂടി വരുന്ന ഇതാണ്, കണ്ടൻ്റാണ്. പൂഞ്ഞിക്കര കുസിനിയിൽ ലഞ്ചിൻ്റെ നമ്മൾ കപ്പ ഉണ്ട്, പാൽക്കപ്പയുണ്ട്, നമുക്ക് ചിക്കൻ വരട്ടിയതുണ്ട്. നമ്മുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പോകുന്നത് ക്രാബ് റോസ്റ്റാണ്. ക്രാബ് റോസ്റ്റ് നല്ല ഒരു സ്പൈസി ഇല്ലാതെ ഒരു പച്ച മസാലയിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഫ്രഷ് മീനിൻ്റെ മുട്ടകളുണ്ട്. മുട്ട നമ്മൾ റോസ്റ്റായിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. അതിന് സ്ഥിരം തന്നെ കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക്.
ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വറ്റി വരണം. അപ്പോഴാണ് അതിൻ്റെ ഒരു മസാലകളെല്ലാം അതിലേക്ക് ചേർന്ന് ഒരു ടേസ്റ്റിലേക്ക് വരുള്ളൂ. പ്രോൺസ് ഈ ഗ്രേവിയിൽ നന്നായിട്ട് വറ്റിച്ചെടുക്കണം. വറ്റിച്ചെടുത്ത് കഴിയുമ്പോഴാണ് അതിൻ്റെ ഒരു ആ ടേസ്റ്റ് കിട്ടുന്നത്. നമുക്ക് ലഞ്ചിനായാലും നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ വെറൈറ്റി ആയിട്ട് ഐറ്റംസ് ഉണ്ട്. നമ്മൾ ഉച്ചയ്ക്കാണെങ്കിൽ നമ്മുടെ സീ ഫുഡിൽ ആണെങ്കിൽ നമ്മൾ തൊടുകറികൾ കൊടുക്കുന്നതല്ല, നമ്മൾ കൂർക്കയും അങ്ങനെ ട്രഡീഷണലായിട്ട് കിട്ടുന്നതാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ചക്കക്കുരു നമ്മൾ ചീരയും ചക്കക്കുരും കൂടി തോരൻ കൊടുക്കുന്നുണ്ട് നമ്മൾ. അങ്ങനെ ഒരു വെറൈറ്റി ആയുള്ള തൊടുകറികളും അച്ചാറുകളും ആണ് നമ്മൾ ഒരു ഹോംലി സ്റ്റൈലാണ് നമ്മൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്നത്. ഒത്തിരി സെലിബ്രിറ്റീസ് വരുന്നുണ്ട്, ഒത്തിരി ആളുകൾ വരുന്നുണ്ട്, ബിസിനസ് വരുന്നുണ്ട്, വേറെ ഗ്രൂപ്പുകൾ വരുന്നുണ്ട്, ഫാമിലീസ് വരുന്നുണ്ട്. നമുക്ക് എബ്രോഡുള്ള ആളുകൾ നാട്ടിൽ വെക്കേഷൻ വരുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം വരുന്നത് നമ്മുടെ പോഞ്ഞിക്കരയിൽ വന്ന് ലഞ്ച് കഴിച്ചിട്ട് പോകുന്ന ആളുകളുണ്ട്. എയർപോർട്ടിൽ നിന്ന് ഡയറക്റ്റായിട്ട് വരുന്ന ഒരുപാട് ഗസ്റ്റുകളുണ്ട്. ഇത് നമ്മുടെ സീ ഫുഡിനെ കുറിച്ച് അറിഞ്ഞിട്ട് ഒരുപാട് ഫോറിനേഴ്സ് വരുന്നുണ്ട്. എല്ലാവിധ ആളുകളെയും നമ്മൾ സാറ്റിസ്ഫൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പോഞ്ഞിക്കര കുസിന എന്ന് പറയുമ്പോൾ ഈ പേരിൽ തന്നെ ഒരു കൗതുകമുണ്ട്. അത് ആളുകൾ ചോദിക്കാറുണ്ട്, എന്താണ് അത്, നിങ്ങൾ എന്താ അർത്ഥമാക്കണത്. പോഞ്ഞിക്കര കുസിന എന്ന് പറഞ്ഞാൽ ഒരു പോർച്ചുഗീസ് വാക്കാണത്. കുസിന എന്ന് പറഞ്ഞാൽ അടുക്കള എന്നാണ്. അതായത് നമ്മൾ ഒരു തനത് രുചികളുടെ ഒരു വകഭേദമാണ് നമ്മൾ ചെയ്യുന്നത്. ലഞ്ച് പോലെ തന്നെ ഏറ്റവും കൂടുതൽ പോഞ്ഞിക്കര കുസിനയിൽ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ഡ്രിങ്ക്സ്. ആ ഡ്രിങ്ക്സിൽ തന്നെ നമ്മൾ കണ്ണൂർ കോക്ടെയിലും കരിക്കിൻ്റെ ഷേക്കും പച്ചമാങ്ങ കാന്താരിയും പിന്നെ കൂടി പൈനാപ്പിളും ക്യാരറ്റും തമ്മിലുള്ള ജ്യൂസ്, പിന്നെ നമ്മുടെ സാധാരണ ലൈം ജ്യൂസ്, ഇതെല്ലാം വളരെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ഇതാണ്. നമുക്ക് സ്ഥിരമായിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. ആ കസ്റ്റമേഴ്സിൻ്റെയൊക്കെ ഒരു ഫീഡ്ബാക്ക് ആണ് നമുക്ക് കൂടുതൽ വെറൈറ്റി ഫുഡുകൾ ചെയ്യാനായിട്ട് നമുക്ക് കൂടുതൽ പ്രചോദനം കിട്ടുന്നത്. മനോരമ ഓൺലൈൻ്റെ ഗോൾഡൻ ഗ്ലോബ് അവാർഡ് നമുക്കാണ് കിട്ടിയത്, ബെസ്റ്റ് സീ ഫുഡ് റെസ്റ്റോറൻ്റ് ഉള്ളത്. ഇപ്പോൾ ഏകദേശം ഇത് വറ്റി വരാനായി ഒരു മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഇത് ഒന്നുകൂടി ഡ്രൈ ആയി കഴിഞ്ഞാൽ നമുക്കിത് മാറ്റാം. ഫൈനലി അപ്പോൾ നമ്മുടെ തായ് പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. കുറച്ച് ഗാർണിഷായിട്ട് നമുക്ക് സ്പ്രിംഗ് ഓണിയനോ സെല്ലറിയോ ഇടാം. അപ്പോൾ നമ്മുടെ പോഞ്ഞിക്കര കുസിന റെസ്റ്റോറൻറ്റിലെ ഏറ്റവും ഹൈലൈറ്റായ നമ്മുടെ സ്റ്റാർട്ടറായ തായ് പ്രോൺസ് റെഡിയാണ്.